അടുത്തു. കൊട്ടിയം ജംഗ്ഷനിലെ ട്രാഫിക് ദുരിതം. അടിയന്തരമായി അധികാരികളുടെ ശ്രദ്ധയ്ക്ക് കൊട്ടിയം ജംഗ്ഷൻ നേരിടുന്ന അതിഭീകരമായ ട്രാഫിക് ജാം. നിരവധി ആംബുലൻസുകൾ ഈ ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുകയും വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ, മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം കൊട്ടിയം ജംഗ്ഷനിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇന്ന് അടിയന്തരമായി ശാശ്വത പരിഹാരത്തിനു വേണ്ടി അടിയന്തരമായി മേൽപ്പാലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ തീർത്തില്ല എങ്കിൽ കൊട്ടിയം ജംഗ്ഷൻ ഓണം അടുക്കുന്തോറും അതിഗുരുതരമായ ട്രാഫിക് ജാമിലേക്ക് നീങ്ങുമെന്നും അധികാരികൾ അടിയന്തരമായി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അധികാരികൾ അടിയന്തരമായി റോഡിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതാണ്. കൊട്ടിയത്തെ ജനങ്ങൾ നിരവധി ദുരിതങ്ങൾ പേറുകയാണ് ട്രാഫിക് ജാം കാരണം. അടിയന്തരമായി ഈ ട്രാഫിക് ജാം പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ റോഡ് പണി ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് കൊട്ടിയം ജംഗ്ഷനിലെ ട്രാഫിക് ദുരിതം മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി ബൈജു പ്ലാക്കാട്, കൊല്ലം. കൊട്ടിയം ജംഗ്ഷനിൽ രൂക്ഷമായ ട്രാഫിക് ജാമും നിലവിൽ ജനങ്ങൾക്ക് നിയതമായ ബസ് സ്റ്റോപ്പുകളുമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. കൊട്ടിയം ട്രാഫിക് ജാമിൽ ദുരിതം. ഈ ട്രാഫിക് ജാമുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത് പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? ഇവിടെ ഒന്ന് വണ്ടി കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ ബസ് സ്റ്റോപ്പ്, പിന്നെ ഇതിനിടയ്ക്ക് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഓട്ടോ സ്റ്റാൻഡ് പോലും ഇല്ല. നമുക്ക് ഓട്ടം പോലും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വണ്ടിയിടല്ല, പോലീസുകാരും പറയുന്നത് വണ്ടിയിടാൻ പറ്റും. കൊട്ടിയം ജംഗ്ഷനിൽ യാത്രക്കാരുടെ ദുരിതപൂർണമായ അവസ്ഥയിൽ യാത്രക്കാർ യാത്ര ചെയ്യുവാൻ കാത്തിരിക്കുന്നു. ഓട്ടോറിക്ഷ ഓട്ടിച്ച് ഉപജീവനം നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നിയതമായി സ്റ്റാൻഡ് ഇല്ലാതാവുകയും അവർ തീരാ ദുരിതത്തിലേക്കും പൊക്കൊണ്ടിരിക്കുന്നു. ഹൈവേ കോൺട്രാക്ടർമാരടുത്ത് നിരവധി തവണ ആവശ്യപ്പെട്ടു. ഈ പാലത്തിന് സമീപം കാറ്റടിച്ചാൽ പൊടി പറക്കുകയും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെല്ലാം അസുഖം, പനിയും ചുമയും. വെള്ളമൊഴിക്കാൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഇവർ വെള്ളമൊഴിച്ച് ഈ ജനതയെ രക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, നിരവധി ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ ഈ കൊട്ടിയത്തെ ട്രാഫിക് പരിഷ്കരണത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും അവരും അസുഖബാധിതരായി മാറുന്നു. കാരണം ഈ റോഡിലെ അതിരൂക്ഷമായ പൊടിശല്യം. ഇത് പരിഹരിക്കുവാൻ പലതവണ കോൺട്രാക്ടറോട് ആവശ്യപ്പെട്ടിട്ടും നടക്കാതിരിക്കുകയും അടിയന്തരമായ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് റോഡ് പണി പൂർത്തീകരിക്കേണ്ടതാണ്. പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി ബൈജു പ്ലാക്കാട്, കൊട്ടിയം.